ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് എന്താണെന്നോ, ഒരു നാച്ചുറൽ മോയ്സ്ചറൈസറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിൽ പലരും മോയ്സ്ചറൈസർ വാങ്ങി ഉപയോഗിക്കുകയാണല്ലേ. അപ്പോൾ അതിനകത്ത് കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് കുറേ നാളത്തെ അത് ഉപയോഗം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്കിന്നിന് ഡാമേജ് സംഭവിക്കാം. എല്ലാവർക്കും ഇല്ല കേട്ടോ, ചിലവർക്ക്. അതുകൊണ്ട് നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഒരു മോയ്സ്ചറൈസർ ക്രീം ഉണ്ടാക്കി ഉപയോഗിച്ചാലോ, അതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്നോ, ബനാനയാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ബനാന എന്ന് പറയുമ്പോൾ നമുക്കത് ഏത്തപ്പഴമാകാം, നേന്ത്രപ്പഴം, ഏത്തപ്പഴം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. പിന്നെ പാളയംകുടം പഴം, ഏത്തപ്പഴം കിട്ടാത്ത നാടുകളുണ്ടല്ലോ, അപ്പോൾ പാളയംകുടം പഴം. അതുപോലെ തന്നെ ഈ ചുമന്നിരിക്കുന്ന ഒരു പഴം ഉണ്ടല്ലോ, പിന്നെ തെക്കോട്ടൊക്കെ കിട്ടും അത്. അങ്ങനെയുള്ള പഴങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ, ഏത്തപ്പഴം ഇല്ലാത്തവർക്ക്. അപ്പോൾ ഏത്തപ്പഴമാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ കൂട്ടത്തിൽ വേണ്ടത് തൈര് വേണം, യോഗർട്ടാണ് അത്, പുളിയില്ലാത്ത തൈരാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തത് ഹണിയാണ് കേട്ടോ. ഈ മൂന്നും ആണ് നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടാക്കാൻ ആവശ്യം. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യണതെന്ന് ചോദിച്ചാലുണ്ടല്ലോ, നമ്മൾ അന്നന്ന് നമ്മൾ നമുക്ക് ഉണ്ടാക്കാനൊന്നും നമ്മൾ മെനക്കെടില്ല. പഴം എന്നും എടുത്ത് അത് അരച്ചെടുക്കാനൊക്കെ മെനക്കെടില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴം എടുക്കുക. അത് നന്നായി ഒന്ന് ആവി കൊടുക്കുക കേട്ടോ. നമ്മൾ പഴം പുഴുങ്ങി കഴിക്കില്ല, അതുപോലെ ഒന്ന് ആവി കൊടുത്തിട്ട് ഇത് നമുക്ക് മിക്സിയിലിട്ട് അരച്ച് ഒരു നല്ല ഗ്ലാസ് ജാറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കാം. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. അതാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്കിത് എല്ലാ ദിവസവും, ഇപ്പം വല്ലാണ്ട് ഡ്രൈ സ്കിന്ന് 60 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുന്നേ നമുക്ക് ഉപയോഗിക്കാം. അല്ലാത്തവർക്ക് 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് 1 സ്പൂൺ നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ്, ഏത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് 1 സ്പൂൺ എടുക്കുക. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ യോഗർട്ട്, പുളിയില്ലാത്ത തൈര് ഒഴിക്കുക. പിന്നെ ഹണി നമുക്ക് ഒരു 1/2 സ്പൂൺ ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മുഖത്തും കഴുത്തിലെല്ലാം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. കാരണം എന്താണെന്നോ, ഇതിലടങ്ങിയിരിക്കുന്ന ഈ പിന്നെ പഴത്തിലും അതുപോലെ തന്നെ തൈരിലും പിന്നെ ഹണിയിലുമൊക്കെ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും എല്ലാം നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. അതാണ് ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്നത്. പിന്നെ നിങ്ങളുടെ വല്ലാണ്ട് ഡ്രൈ സ്കിന്നുണ്ടല്ലോ, ചിലവരിങ്ങനെ മഞ്ഞുകാലമൊക്കെ വരുമ്പോൾ വല്ലാണ്ട് ഡ്രൈ ആയിട്ട് സ്കിന്ന് ഉള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് 2 or 3 തുള്ളി ഒഴിക്കാം കേട്ടോ. അങ്ങനെ ചെയ്യാം. പിന്നെ ഓയിലി സ്കിന്ന്, അതായത് മുഖക്കുരു, വലിയ മുഖക്കുരു അങ്ങനെയുള്ള പ്രശ്നമുള്ളവർക്ക് ഈ പേസ്റ്റിലേക്ക് ഒരു 1/2 സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച്, വേറെ ഒന്നും ചേർക്കണ്ട കേട്ടോ, 1/2 സ്പൂൺ ലെമൺ ജ്യൂസ് മാത്രം ഒഴിച്ച് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓയിലി സ്കിന്നുള്ളവർക്കും മുഖക്കുരു ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാം. പിന്നെ അല്ലാത്തവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പാക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി ഓരോന്നിൽ എന്തൊക്കെയാണ് നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ളതെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ബനാന എടുക്കാം. ബനാന എന്ന് പറയുമ്പോൾ നിറയെ പൊട്ടാസ്യമാണ്. ഓക്കെ. ഈ പൊട്ടാസ്യത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം ഈ സ്കിന്നിലെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഏറ്റവും നല്ലതാണ്. പൊട്ടാസ്യം നമുക്ക് കുറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ ബനാനയിൽ. പിന്നെ ഇതിൽ നമുക്ക് എടുത്തു പറയാനുള്ളത്, ഇതിനകത്ത് 75% വെള്ളമാണ്, വാട്ടർ കണ്ടൻ്റ് ഉണ്ട്. 75% ഉണ്ട് കേട്ടോ, കുറച്ചൊന്നുമല്ല. പിന്നെ വൈറ്റമിൻ എ ഉണ്ട്, B6 ഉണ്ട്, സി ഉണ്ട്, ഇ ഉണ്ട്, സിങ്ക് തുടങ്ങി അയൺ തുടങ്ങി ഒത്തിരി വൈറ്റമിൻസ് മിനറൽസ് ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടാതെ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഗുണം എന്താണെന്നോ, നമ്മുടെ സ്കിന്നിൽ ഫ്രീ റാഡിക്കൽസ് മൂലം ഉണ്ടാകുന്ന ഡാമേജസിനൊക്കെ പിന്നെ തടുക്കുന്നതിന് കേട്ടോ, അത് ഒരു പരിധി വരെ ഈ ഏത്തപ്പഴത്തിന് അല്ലെങ്കിൽ പഴത്തിന്, ബനാനയ്ക്ക് കഴിയും കേട്ടോ. ഫ്രീ റാഡിക്കൽസ് മൂലമാണ് നമുക്ക് ഏജിങ് ഉള്ള പ്രശ്നം, ഏജിങ് പ്രോസസ്സ് വരുന്നത് ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രവർത്തനം മൂലം. അതിൻ്റെ ഡാമേജാണ്, ഫ്രീ റാഡിക്കൽസ് സ്കിന്നിൽ വരുത്തുന്ന ഡാമേജ് മൂലമാണ് നമുക്ക് ഈ വാർദ്ധക്യ ലക്ഷണങ്ങൾ വരുന്നത് കേട്ടോ. അതാണ് അതിൻ്റെ ശരിയായ വാക്ക്. പിന്നെ അടുത്തത് നമ്മൾ ഇതിന് ചേർത്തിരിക്കുന്ന യോഗർട്ടാണ്, പുളിയില്ലാത്ത തൈര്. ഇത് പിന്നെ
ലാക്റ്റിക് ആസിഡാണ് മെയിനായിട്ട് നമുക്കിതിൽ എടുത്തു പറയാനുള്ളത്. ലാക്റ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ നല്ല ഒന്നാന്തരം എക്സ്ഫോലിയേഷനാണ്. എക്സ്ഫോലിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലും സുഷിരങ്ങളിലും എല്ലാം ഉള്ള അഴുക്കൊക്കെ നീങ്ങി സ്കിൻ ക്ലീൻ ആവുന്നതിന്, ഓക്കെ, സ്കിൻ ക്ലീൻ ആവുന്നതിന് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇതിനകത്ത് പ്രോബയോട്ടിൻ ഉണ്ട്, സിങ്കുണ്ട്. ഇതെല്ലാം കൂടെ ആകുമ്പോൾ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺബേൺ കേട്ടോ, സണ്ണിൽ നിന്നുള്ള പ്രത്യേകിച്ച് സൂര്യതാപം കേട്ടോ. ആ ചൂട് ഏൽക്കുമ്പോൾ ചിലവരുടെ സ്കിന്ന് ഡ്രൈ ആവും, പിന്നെ ചുമക്കും, എരിച്ചിൽ വരും. അങ്ങനെയുള്ള സ്കിന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഒക്കെ യോഗട്ട് ബെസ്റ്റാണ് കേട്ടോ. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, പിന്നെ നല്ല ഒന്നാന്തരം ഹൈഡ്രേഷനാണ്. അതാണ് പിന്നെ തൈര്, അതായത് യോഗട്ടിൻ്റെ ഗുണം. പിന്നെ അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്ന ഹണിയാണ്. ഹണി എന്ന് പറയുമ്പോൾ ഹ്യൂമിറ്റൻ്റാണ്. ഹ്യൂമിറ്റൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരു ബാരിയർ പോലെ അത് പ്രവർത്തിക്കും. സ്കിന്നിൽ നിന്ന് ഉള്ള പിന്നെ ഈർപ്പം കളയാതെ, ജലാംശം കളയാതെ നോക്കും. അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിൽ നിന്ന് ജലാംശത്തെ വലിച്ചെടുക്കുന്നതിനുള്ള കഴിവുള്ളതാണ് ഹ്യൂമിറ്റൻ്റ്. അത് ഗ്ലിസറിനും തേനും അതൊക്കെ അതിനകത്ത് പെടുന്ന ആണ്. അപ്പോൾ അതാണ് നമുക്ക് ഹണിയെ സംബന്ധിച്ച് എടുത്ത് പറയാനുള്ളത്. പിന്നെ സ്കിന്നിൻ്റെ pH ലെവലിനെ, ഓക്കെ, pH ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും, പിന്നെ നല്ല ഒന്നാന്തരം എക്സ്ഫോലിയേഷനാണ് സ്കിന്നിലുള്ള അഴുക്കൊക്കെ നീക്കം ചെയ്യുന്നതിനും. അതുപോലെ പിന്നെ ഒത്തിരി ഗുണങ്ങളുണ്ട് തേനിനെ കുറിച്ച്. ഞാൻ തേൻ വെച്ച് തന്നെ ഒരു ഫേഷ്യൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്നെടുത്ത് ഇടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി നല്ല ഫേഷ്യൽസൊക്കെ ഞാൻ ആദ്യകാലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ അതാണ് നമ്മൾ തേൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർന്ന് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസർ ആവും. നല്ല ഒന്നാന്തരമായിട്ട് സ്കിന്നിലെ എണ്ണമയം നിലനിർത്തുകയും ഈർപ്പം നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്ന 3 ഇൻഗ്രീഡിയൻസാണ് നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ 1 സ്പൂൺ ബനാന പേസ്റ്റ് നമ്മൾ അരച്ച് വെച്ചത്, അതുപോലെ അതിലേക്ക് 1 സ്പൂൺ പുളിയില്ലാത്ത തൈര്, പിന്നെ 1/2 സ്പൂൺ ഹണി, പിന്നെ വല്ലാണ്ട് ഡ്രൈ സ്കിന്നുള്ളവർ 3-4 തുള്ളി ഓയിൽ, അത് ഒലിവ് ഓയിലാകാം, വെളിച്ചെണ്ണയാവാം, എന്തെങ്കിലും ആവാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുക. ചെറിയ ചൂടുവെള്ളം കൊണ്ട് മുഖം വാഷ് ചെയ്യുക. ഇത് നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിന്നിലെ ഉള്ള ജലാംശം നഷ്ടപ്പെടാതെ സ്കിൻ എപ്പോഴും നല്ല പിന്നെ മോയ്സ്ചറൈസറായിട്ടിരിക്കാൻ ഏറ്റവും നല്ല ഒരു പാക്കാണിത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും നിങ്ങൾ ചെയ്യണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എൻ്റെ പഴയ വീഡിയോസൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ സമയമുള്ളപ്പോൾ എൻ്റെ പുതിയ വ്യൂവേഴ്സ് കാണണം കേട്ടോ. ഒത്തിരി ഇൻഫർമേഷൻസ് അതിനകത്തുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളാവും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇനി എൻ്റെ കാര്യം പറയട്ടെ, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. എൻ്റെ അടുത്ത വീഡിയോ ഒക്കെ കാണണ്ടേ, അതിനാണ് ലൈക്ക് ചെയ്യണത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.